ഞാൻ ഡയറ്റ് തുടങ്ങിയ കാര്യം വീട്ടുകാരോടും നാട്ടുകാരോടും ഇപ്പോഴാ ഈ വീഡിയോയിലൂടെ നിങ്ങളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, ഇടയ്ക്കിൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പം ആരെങ്കിലും എന്നെ ഓർമ്മിപ്പിക്കലോ, എടി നീ ഡയറ്റിലല്ലേ എന്നിട്ടാണ് ഇത് കഴിക്കുന്നത്, അങ്ങനെ ഓർമ്മിപ്പിക്കലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബ്ലിങ്കിട്ടിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന സിറവും സൺസ്ക്രീനും മോയ്സ്ചറൈസറും എല്ലാം തേച്ചിട്ടുണ്ടായിരുന്നു. എയർ സിറവും എല്ലാം ഒരുമിച്ച് ഞാൻ ഓർഡർ ചെയ്തു. കുറച്ച് എഗ്ഗും വെജിറ്റബിളും അതും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഐറ്റംസ് ഒക്കെ കേട്ടോ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ അധികം കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ഇന്ന് ഡിന്നറിന് മഖാന തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒരുപാട് വെജിറ്റബിളും എഗ്ഗൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ഫുൾ ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് വിശക്കുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ ഇതാ കുറച്ച് ബട്ടറിനകത്ത് ഇച്ചിരി ഉപ്പും, ഇനി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. എനിക്കിങ്ങനെ സോൾട്ടി മഖാന കേട്ടോ ഇഷ്ടം. അപ്പോൾ ചെറു തീയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിടാണ്ട് ഇളക്കിയാൽ മതി കേട്ടോ. കൈകൊണ്ടിതാ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോണം കേട്ടോ. അതാട്ടോ ഇതിൻ്റെ ഒരു പാകം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. ഫോക്സ് നട്ട്സ്, മഖാന്, ലോട്ടസ് സീഡ്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതിന്. ഭയങ്കര ന്യൂട്രിയൻസ് റിച്ച് ആണ് കേട്ടോ ഇത്. കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ ഇതിനകത്ത് കൂടുതലാണ്. ഫൈബർ കണ്ടന്റ് കുറേ ഉള്ളതുകൊണ്ട് ഡൈജഷന് അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവത്തേ ഇല്ല. അപ്പോൾ ഡയറ്റിൽ എന്തായാലും വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കുറയ്ക്കണം തോന്നിയാൽ ഇത് ബെസ്റ്റാട്ടോ. എനിക്കിനി അങ്ങോട്ട് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുമിച്ചുണ്ടാക്കി ബോക്സിനകത്ത് അടക്കി വെച്ചത്. എല്ലാം അങ്ങനെ റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി കുപ്പിയോടെ കൊണ്ടുപോയി കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു അളവ് കിട്ടത്തില്ല കേട്ടോ. ഒരു പിടിയെടുത്ത് ചെറിയൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടാട്ടോ കഴിക്കേണ്ടത്. കൂടെ ഞാൻ മസ്ക് മെലൻ്റെ ഷേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടോ, വിത്തൗട്ട് ഷുഗറെ. അങ്ങനെ ഡിന്നർ ഇവിടെ കഴിഞ്ഞു. ബൈ.